ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റ് ജനറൽ പേപ്പറിലെ 9th മൊഡ്യൂളായിട്ടുള്ള പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ആണ്. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണെങ്കിലും എന്താണ് നമ്മൾ കാണാതെ പഠിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. ഇതിൻ്റെ സിലബസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരച്ച് നിന്നിട്ടാണ് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മുടെ 8 ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മുടെ ഒരു 17 ഗോൾസും ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് കാണാതെ പഠിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഗോൾ ഏതാണ്, അല്ലെങ്കിൽ SDGയിലെ 17ാമത്തെ ഗോൾ ഏതാണ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അപ്പോൾ ഓരോ ഗോളും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കാം. നമുക്ക് ഫസ്റ്റ് മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിലേക്ക് പോകാം. MDGനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2000 to 2015 വരെയുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഓക്കെ, 2050 ആണ് ഇതൊരു ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇതിന് 8 ഗോൾസാണ് വരുന്നത്. ഫസ്റ്റ് ഗോൾ ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. Second one, achieve universal primary education. Third one, promote gender equality and empowerment of women. Fourth one, reduce child mortality. Fifth one, improve maternal health. Sixth one, combat HIV, AIDS, malaria and other disease. And next one, ensure environmental sustainability. And last one, global partnership for development. These are the 8 goals. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ പഠിക്കണം. ജസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് പോവർട്ടി അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് നെക്സ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, അങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഇത് പഠിച്ച് തന്നെ നമ്മൾ പോകണം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ടാർഗറ്റ് ഇയർ എന്നുള്ളത് 2030 ആണ്. ഓക്കെ, ഇതിന് 17 ഗോൾസാണ് വരുന്നത്. നമുക്ക് ഓർഡർ വൈസ് നോക്കാം. നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ദ ലാൻഡ്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർട്ണർഷിപ്പ് ഫോർ ദ ഗോൾ. ഓക്കെ, ദീസ് ആർ ദ 17 ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കണം. കാരണം നമ്മളോട് ചോദിക്കും 13th ഗോൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലൈമറ്റ് ആക്ഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഏതിൻ്റെ ഗോളാണെന്ന് വെച്ചാൽ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അത് ഏതിൻ്റെയാണ്? മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റ് ഇതിൽ എന്ത് പോയിൻറ്റ്സ് ആണോ പറയുന്നത് അതുപോലെ തന്നെ വേണം പഠിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ചോദിച്ചാൽ 4th ഗോൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ആൻഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ചോദിച്ചാൽ 2nd ഗോൾ ഓഫ് മില്ലനിയം ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ. ഇതൊന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. ഈ 17 ഗോൾസും മറ്റ് 8 ഗോൾസും നമ്മൾ കറക്റ്റ് ഓർഡർ വൈസ് തന്നെ പഠിക്കുക. ഇത്രാമത്തെ ഗോൾ ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ മില്ലനിയം ഡെവലപ്മെൻറ്റ് ഗോൾ അല്ലാത്തത് ഏത്, ഇതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് എന്ന് ചോദിക്കാം. സോ ഇത് കറക്റ്റായിട്ട് പഠിക്കുക. നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി അങ്ങോട്ട് ഡെയിലി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.